അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ വൃദ്ധജനങ്ങളെയും വയോജനങ്ങളെയും സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാമുമായി ഏറെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഏകത്വത്തിൽ അധിഷ്ഠിതമായ വിശ്വാസിയുടെ ആരാധന ബാധ്യതയെ പറഞ്ഞത് വെച്ച് അതിന് ചേർത്ത് വെച്ചത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നതാണ്. ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുക എന്നത് ഒരു മാനുഷിക അവകാശത്തിന്റെ ഭാഗമായി ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. പ്രത്യേകിച്ച് പ്രായാധിക്യത്തിൽ എത്തിപ്പെട്ടവർ അനുഭവിക്കുന്ന അവശതകളിൽ അവരുടെ കഷ്ടപ്പാടുകളെ സന്തോഷത്തിന്റെ പ്രതികരണ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ കണ്ണീരൊപ്പാൻ സാധ്യമാകും വിധത്തിൽ അവന്റെ കാരുണ്യത്തിന്റെ ഹസ്തങ്ങൾ അവരിലേക്ക് നീളുക എന്നത് വളരെ പ്രധാനമാണ്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം അദ്ദേഹം ഭരിക്കുന്ന പ്രദേശത്ത് പരിശോധനകളും യാത്രകളും നടത്തുക, നിരീക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ജൂതനായ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നത് കാണാൻ സാധിച്ചു. നല്ല പ്രായമുള്ള ഒരാളാണ്, ജൂതനാണ്. അപ്പൊ അവിടെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ താമസിക്കുന്ന അന്യമതസ്ഥർ ഒരു പ്രത്യേക നികുതി ആ രാജ്യത്ത് ആ പ്രദേശത്ത് കെട്ടൽ അവർക്ക് ബാധ്യതയുണ്ട്. അതാത് ഭരണകാലഘട്ടങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും അതിൻ്റെതായ പ്രാദേശിക നിയമങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇതിലേക്കുള്ള ഫണ്ട് ശേഖരണമാണ് അദ്ദേഹം യാചനയിലൂടെ സ്വരൂപിക്കാൻ ശ്രമിക്കുന്നത്. ഉമർ തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രായം ചെന്ന മനുഷ്യന്റെ ആ പ്രയാസം കണ്ടിട്ട് തന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അയാൾ ഉമർ തങ്ങൾ പറഞ്ഞു, വൃദ്ധരായ ആൾക്കാർ നികുതി അടക്കേണ്ടതില്ല, അതേസമയം അവർക്ക് പ്രത്യേകമായ പെൻഷൻ പാസ്സാക്കുകയാണ് എന്ന് പറഞ്ഞു. ലോകത്ത് വയോജനങ്ങൾക്ക് ആദ്യമായി പെൻഷൻ പാസാക്കി അവരെ ചേർത്ത് പിടിച്ച ഭരണ സംവിധാനത്തിന്റെ പേരാണ് ഖിലാഫത്ത് ഉമർ റളിയല്ലാഹു അൻഹു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് ഖുർആൻ പറഞ്ഞു. നമുക്ക് സ്വർഗം നേടാൻ ആവശ്യമാകും വിധത്തിലുള്ള സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ കൂടെ തന്നെ വളരെ സിമ്പിളായി വെച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രധാനം. മുസാഫ് 30 ജ്യൂസും ഓതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വർഗം കിട്ടാൻ. ആ 30 ജ്യൂസിന് എതിരൊന്നും ചെയ്യാറുണ്ട്, അത് ഓതി പഠിക്കണമെന്നൊന്നുമില്ല. സ്വർഗം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമായി തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക. ഖുർആൻ അത് പറഞ്ഞു വെച്ചോടുത്ത് പറയുന്നു, വലാ തഖുൽ ലഹുമാ ഉഫ്ഫ്, മാതാപിതാക്കളോട് ഛേ എന്ന് പറയരുത്. അപ്പൊ ഒരു കുട്ടി 2 കൊടുത്താലോ എന്ന് ഛേ എന്ന് പറയുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആലോചിക്കാലോ, പണ്ഡിതന്മാരെ അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഛേ എന്ന് പറയരുത് എന്ന ഒരു നിർദ്ദേശത്തിലൂടെ ഖുർആൻ ആ മാതാപിതാക്കളോടുള്ള ബന്ധത്തെ പറയാൻ ശ്രമിച്ചു എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. വേറെ എന്തൊക്കെ പറയുന്നു അല്ലാഹുക്ക്, പക്ഷെ ഛേ എന്ന വാക്ക് പറഞ്ഞു പോകരുത് എന്നാ പറഞ്ഞത്. അപ്പൊ പറയുന്ന വാക്ക് നമ്മൾ പറയല് എന്ന് പറയുന്ന ഈ 2 പ്രക്രിയ മനുഷ്യന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഏതെന്ന് ചോദിച്ചാൽ അത് വാക്കുകളാണ്, അല്ലാതെ ഇരുതല മൂർച്ചയുള്ള കത്തിയല്ല, നമ്മൾ അടിക്കുന്ന വടിയല്ല. നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ വലിയ മുറിവ് ലോകത്ത് വേറൊന്നുമില്ല. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ സംസാരത്തിന് കലാം എന്ന് പറഞ്ഞത്. കലാം എന്ന് പറയുമ്പോൾ അത് കൽ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ള ക്രിയയാണ്. കലാം എന്ന് പറഞ്ഞാൽ മുറിവാക്കുന്നത് എന്നാണ് അർത്ഥം. എന്നാൽ സ്വാന്തനിപ്പിക്കുന്നതും കലാം തന്നെയാണ്. പക്ഷെ മുറിവാക്കുന്നത് എന്ന ഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അറബി ഭാഷ അതിന് പ്രയോറിറ്റി കൊടുത്തത് എന്തുകൊണ്ടാണ്? സാന്ത്വനിക്കുന്ന വാക്കുകൾ ഇല്ലെങ്കിലും വേദനിപ്പിക്കുന്ന വാക്ക് ഇല്ലാതിരുന്നാൽ മതി. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു തേട്ടം. അതുകൊണ്ട് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ അടുത്തൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു, ഒരു 90 വയസ്സായ ഒരു ഉമ്മയാണ്, അതിനെ നോക്കുന്ന ഒരു മകൻ, നേരിട്ട് കണ്ട സംഭവം. അപ്പൊ ആ ഉമ്മാക്ക് ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉണ്ട്. ഇയാൾ എങ്ങനെയാണ് ഉമ്മാനെ നോക്കുന്നത്? ഉമ്മാനെ ഇരിക്കവിടെ
നിങ്ങളോടല്ലേ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്, നിങ്ങളോടല്ലേ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഉമ്മയും മകനും ഭയങ്കര സ്നേഹത്തിലല്ല. അപ്പൊ ആ ഒരു കാർക്കശ്യ മനോഭാവത്തിന്റെ പ്രവർത്തനത്തിലും ആ ഉമ്മ ഒരു സ്നേഹത്തെ അനുഭവിക്കുന്നു. അവിടെയാണ് നമ്മൾ പെരുന്നാൾ ഡ്രസ് കൊടുത്തു, മാസം ശമ്പളം വരുമ്പോൾ കാശാഴ്ച കൊടുത്തു, ഉപ്പാക്ക് പോകാനും ഉമ്മക്ക് പോകാനും വണ്ടിക്കാരനെ വണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇതുകൊണ്ടൊന്നും ഒരു പക്ഷേ ഉമ്മയോട് ഉപ്പയോടുള്ള കടപ്പാട് തീരില്ല. നമ്മളൊരു മെന്റലി ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഉമ്മയോടും ഉപ്പയോടും ഉണ്ടാവുന്നത് എന്നതിലാണ് കാര്യങ്ങൾ. ആ അർത്ഥത്തിൽ ആ ദിശയിലേക്ക് അവരുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും സാധ്യമാകും വിധത്തിലേക്ക് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമായാൽ അത് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ തഖ്വലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർ, ഈ പ്രായം ചെന്നവരെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലുണ്ട്. പ്രായം ചെന്നവരെ അവഗണിക്കുക എന്നത് വലിയ ഒരു ലക്ഷണക്കേടാണ്. പ്രായം ചെന്നവരെ പരിഗണിക്കുക എന്നിടത്താണ് ഇസ്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ താടി രോമം നിരച്ചാൽ അത് നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശമാണ് എന്ന് പറഞ്ഞത്. ആ പ്രയോഗത്തിന്റെ ഒരു ശൈലി നോക്കൂ. താടി രോമം നിരച്ചാൽ ആ നിരച്ച വെള്ളക്കളർ നാളെ പ്രകാശമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാളെ അവിടെ കണ്ണാണ് വെളിച്ചം കിട്ടുന്ന ആലോചിച്ച് സന്തോഷിക്കലല്ല, അത് മറ്റൊരു വശം. അതേസമയത്ത് നിരക്കുക, നിരബാധിക്കുന്ന പ്രായത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിച്ചേരുക, അത് വളരെ പ്രധാനമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ പ്രായം മുന്നോട്ട് പോകുമ്പോഴും ശാരീരികമായും മാനസികമായും ദുർബലതകൾ അനുഭവിക്കുന്ന, അവശതകൾ അനുഭവിക്കുന്ന ഒരു ജനതയെ ഒരു ഉമ്മത്ത് ചേർത്ത് പിടിക്കുമ്പോഴാണ് അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുക എന്നത്. അത് സ്വർഗത്തിന് കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ സേവിക്കാൻ, അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ ഇളം തലമുറക്കും ഒക്കെ വലിയ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ സിയാറത്ത് ചെയ്യുക, ഖബർ സിയാറത്ത് ചെയ്യുക. ഖബർ സിയാറത്ത് ചെയ്ത് നമ്മൾ സലാം പറഞ്ഞ് നമ്മൾ അറിയുന്ന ഖുർആനായത്തൊക്കെ ഓതിയതിനു ശേഷം അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, എന്റെ വെല്ലിപ്പാക്ക് സ്വർഗ്ഗം കൊടുക്കണം എന്ന് ദുആ ചെയ്യുക. അത് മാത്രമാണ് പിന്നെ പരിഹാരമുള്ളത്. അത് അവരുടെ ആഗ്രഹത്തിൽ ചെല്ലുമ്പോൾ അവരുടെ തൃപ്തിയും പൊരുത്തവും കിട്ടാൻ നമുക്ക് കാരണമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന നമുക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ, സുഖലോക സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ.